നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. 32 മഴയാണ് നമ്മുടെ ജില്ലയിലുണ്ടായത്. പക്ഷേ നമ്മുടെ പത്തനംതിട്ടയിൽ ഏതാണ്ട് 250-300 മഴയോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം തീർച്ചയായിട്ടും ഒഴുകി വരുന്നത് നമ്മുടെ ആലപ്പുഴയിലേക്കായിരിക്കും. ചെങ്ങന്നൂർ വഴി കുട്ടനാട് അവസാനം എത്തുന്ന തരത്തിലേക്കാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു. എല്ലാ ബന്ധപ്പെട്ട LLSCD, അതുപോലെ ആരോഗ്യവകുപ്പ്, പോലീസ്, എല്ലാവരുടെയും കൂടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടുത്തെ ബന്ധപ്പെട്ട എല്ലാവരും നാളെ നമ്മൾ വർക്കിംഗ് ആക്കാൻ തീരുമാനിച്ചു. കാരണം ഈ വെള്ളം വരുന്ന സമയത്തുള്ള മുന്നൊരുക്കങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെയും LSCDയുടെയും ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാട്ടിലെയും അതുപോലെ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ താലൂക്കിലെയും നമ്മുടെ ക്യാമ്പുകൾ നമ്മൾ ഇന്ന് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു കഴിഞ്ഞു. ഇതിലെ വെള്ളം പ്രധാനമായി ഒഴുകി പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തോട്ടപ്പള്ളി സിൽവയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൃത്യമായ ഒരു പരിശോധന കൂടെ നടത്തിയത്. 39 ഷട്ടറുകൾ വർക്കിംഗ് ആണ്. 40 ഷട്ടറുകൾ 39 ഷട്ടറും വർക്കിംഗ് ആണ്. അതിലിപ്പം ഏതാണ്ട് 30ഓളം ഷട്ടറുകൾ ഓപ്പൺ ചെയ്തു, 34 ഷട്ടറുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആണ് വെള്ളം കൂടുതലായിട്ട് ഇവിടെ എത്താൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തോടുകൂടി മുഴുവൻ ഷട്ടറുകൾ ഓപ്പൺ ചെയ്യും. അതുപോലെ അന്ധകാര നഴിയിലെ 4 ഷട്ടറും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് അതിന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നിയോഗിച്ചു കഴിഞ്ഞു. അവിടെയും കുഴി മുറിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 50 മീറ്റർ കുഴി മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനും അടിയന്തര സാഹചര്യത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വെള്ളം പൂർണ്ണമായി ഒഴുകി പോകാനുള്ള എല്ലാ നടപടികളും ഈ പറഞ്ഞ സ്പിൽവേ വഴി പോകാനുള്ളതും ചെയ്തിട്ടുണ്ട്. മറ്റ് ഷട്ടറുകൾ വഴി, അതായത് അന്ധകാര നഴി ഉൾപ്പെടെയുള്ള ഷട്ടറുകൾ വഴി ആണ് വെള്ളം പൂർണ്ണമായി ഒഴുകി പോകേണ്ടത്. അതുകൊണ്ട് കുട്ടനാട്ടിൽ വെള്ളം നിൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ പയ്യന്നൂർ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചെങ്ങന്നൂർ നമ്മൾ കൃത്യമായിട്ട് വെള്ളം ആദ്യം എത്തുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഒരു 20 ആൾക്കാരുടെ, അതായത് ഒരു ടീമിൻ്റെ സേവനവും അതുപോലെ 3 ബോട്ടുകളും ഇപ്പം തന്നെ അങ്ങോട്ട് ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പ്രളയ സാധ്യത പ്രതിരോധിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടം. തോട്ടപ്പള്ളിയിലെ 34 ഷട്ടറുകളും തണ്ണീർമുക്കം ബണ്ടിലെ 90 ഷട്ടറുകളും തുറന്നെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഏത് പ്രതിസന്ധി നേരിടാനും ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് കളക്ടർ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലും അയൽ ജില്ലകളായ പത്തനംതിട്ടയിലും കോട്ടയത്തുമുണ്ടായ കനത്ത മഴയെയും നീരൊഴുക്കിനെയും തുടർന്നുള്ള പ്രളയ സാധ്യതയെ പ്രതിരോധിക്കാനും വെള്ളം സുഗമമായി കടലിലേക്ക് ഒഴുകിപ്പോകാനും ആവശ്യമായ എല്ലാ അടിയന്തര നടപടികളും സ്വീകരിച്ചതായി ജില്ല പൂർണ്ണ സജ്ജമാണെന്നും ജില്ലാ കളക്ടർ ഷാജി വി നായർ പറഞ്ഞു. കിഴക്കൻ മലവെള്ളം ഒഴുകിയെത്തി കടലിലേക്ക് പോകുന്ന പ്രധാന വഴിയായ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മുന്നൊരുക്കങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39 പ്രവർത്തനക്ഷമമാണ്. ഇതിൽ 34 നിലവിൽ തുറന്നിട്ടുണ്ട്. 39 ഷട്ടറുകളും പൂർണ്ണമായി ഉടൻ തുറക്കും. നിലവിൽ നീരൊഴുക്ക് വലിയ തോതിലില്ലെങ്കിലും നീരൊഴുക്ക് ഉടൻ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. തണ്ണീർമുക്കം ബണ്ടിലെ 90 ഷട്ടറുകളും അന്ധകാരനഴിയിലെ 4 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഇവിടെ പൊഴി മുറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശനിയാഴ്ച രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാതിരിക്കാൻ വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. പ്രളയസാധ്യത പ്രതിരോധ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലയിലെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും ഉൾപ്പെടുത്തി ശനിയാഴ്ച രാവിലെ തന്നെ യോഗം ചേർന്നിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കി പ്രളയ സാധ്യത പ്രതിരോധിക്കാനായി റവന്യൂ വകുപ്പ് അടക്കം മേൽത്തോട്ടം വഹിക്കുന്ന ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും ഞായറാഴ്ചയും പ്രവൃത്തി ദിനമാക്കിയിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമാണ്. നിലവിൽ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നദീതീരങ്ങളിൽ കഴിയുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നു. കിഴക്കൻ വെള്ളം ജില്ലയിൽ ആദ്യം എത്തുന്ന ചെങ്ങന്നൂരിലേക്ക് 20 അംഗ സംഘത്തെയും 3 ബോട്ടുകളെയും അടിയന്തരമായി എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കായലുകളിലും നദികളിലും മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്നവർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. അതിശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൗസ് ബോട്ടുകൾ, ശിക്കാരവള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, കനോയിങ്, കയാക്കിംഗ്, സ്പീഡ് ബോട്ടുകൾ എന്നിവയുടെ സർവീസും സഞ്ചാരവും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ താൽക്കാലികമായി നിരോധിച്ച് ഉത്തരവിട്ടു. നിയന്ത്രണം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നിയന്ത്രണം ലംഘിച്ച് സർവീസ് നടത്തുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ജില്ലാ പോർട്ട് ഓഫീസറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റും മഴയും ശക്തമായി തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ബിൻ മീഡിയ, ആലപ്പുഴ.